സംസ്ഥാനത്ത് സ്കൂളുകൾ ഒന്നാകെ ലോക നിലവാരത്തിൽ തന്നെ എത്തിയിട്ടും സ്മാർട്ട് ആവാത്ത ഒരു സ്കൂളുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത് പാലക്കാട് മോയൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമാണ് കുട്ടികളെ മോയൻ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുക എന്നത്. ഓരോ വർഷവും അഡ്മിഷൻ എടുക്കാൻ വലിയൊരു മൽപ്പിടുത്തം തന്നെ ഇവിടെ അരങ്ങേറുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 7 വർഷമായി MLA-യുടെയും നഗരസഭയുടെയും കടുത്ത അവഗണന അനുഭവിക്കുകയാണ് ഈ വിദ്യാലയം. 3800 കുട്ടികളുള്ള സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കൂടിയാണിത്. ഈ സ്കൂളിന്റെ ഡിജിറ്റലൈസേഷൻ പദ്ധതി 2015-ലാണ് ആരംഭിച്ചത്. കഴിഞ്ഞ 9 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി എവിടെ എത്തിയിട്ടുമില്ല. 8 കോടി രൂപയുടെ പദ്ധതിയിൽ 4 കോടി മാത്രമാണ് ചെലവഴിച്ചത്. 2.5 കോടി രൂപ ഹാബിറ്റാറ്റിന് കൈമാറി എന്ന് പറയുന്നു. ബാക്കി 1.50 കോടി എവിടെ പോയി എന്ന് ചോദിച്ചാൽ മുൻ MLA-ക്ക് മറുപടിയുമില്ല. എല്ലാം തന്റെ വരുതിയിലാക്കാൻ വേണ്ടി ഒരു സ്വകാര്യ പദ്ധതിയായിട്ടാണ് ഷാഫി പറമ്പിൽ ഡിജിറ്റലൈസേഷൻ ആരംഭിച്ചതെന്നാണ് ജനസംസാരം. സ്കൂൾ PTA-ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. 2015 നവംബറിൽ തുടങ്ങി 2016 ജൂണിൽ പണി പൂർത്തിയാക്കും എന്നൊക്കെയായിരുന്നു മുൻ MLA-യുടെ വാഗ്ദാനം. ഇപ്പോൾ കണ്ടല്ലോ ക്ലാസ് മുറികളുടെയും ടോയ്ലറ്റുകളുടെയും ലാബുകളുടെയും ഒക്കെ ഒരവസ്ഥ. ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി നിർമ്മിച്ച ബെഞ്ചും ഡെസ്കും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി പറയും, ഇതിലിരുന്ന് എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുക? ഇത്രയും ഇടുങ്ങിയ രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം തരികിട പരിപാടിയാണെന്ന്. മോയൻ സ്കൂളിന്റെ ഹൈടെക് വൽക്കരണം അടിമുടി അഴിമതിയാണെന്ന് തിരിച്ചറിയാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ്? ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാതെ മോയൻ സ്കൂളിലെ ഗേറ്റ് കടക്കില്ലെന്ന് പറഞ്ഞവരൊക്കെ എവിടെയെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. വാക്കിന് വിലയില്ലാത്ത മുൻ MLA-ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് പോരുന്നത് കേട്ടോ. പാലക്കാടിന്റെ അഭിമാനമായ മോയൻ സ്കൂളിന്റെ ദുരവസ്ഥ പരിഹരിക്കുന്ന ഒരാളെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് നാടിനെ അറിയുന്ന നാട്ടുകാരനായ വിദ്യാസമ്പന്നനായ ഒരാൾ വരണം. അതിന് ഡോക്ടർ സരിൻ അല്ലാതെ മറ്റാര് എന്നാണ് ജനങ്ങളുടെ ചോദ്യം.